ഹലോ, അസ്സലാമു അലൈക്കും. നമ്മുടെ വീട്ടിൽ പ്ലാന്റ് മോളുണ്ടായ ചക്കയാണ്. കുറച്ച് ഞങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വയറ്റിയെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് നന്നാക്കി എടുത്ത് കുക്കറിനകത്തെടുത്ത് നുറുക്കി കുരുവൊക്കെ കളഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞ് നുറുക്കിയെടുക്കുക. അതിന് നുറുക്കിയെടുത്തിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കണം. ശർക്കര ഇട്ട് വേവിക്കുക. ശർക്കര ഇട്ട് വേവിച്ചിട്ട് അതിനെ ഒരു ഉരുളിയിലേക്ക് മാറ്റുക. ഉരുളിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. നല്ല വെള്ളം വറ്റി കുറുകി വരുമ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അടി പിടിച്ചു പോകും. അടി പിടിക്കാണ്ട് നോക്കുക. അതിന് നമുക്ക് പായസം വേണമെങ്കിൽ പായസം ഉണ്ടാക്കാം. അതെല്ലാം ഹലുവ വയ്ക്കണമെങ്കിൽ ഹലുവ വയ്ക്കാം. അതെല്ലാം അടച്ചിട്ട് കുറച്ച് കാലം എടുത്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുത്ത് വെക്കാം. ചൂടാറിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യം നേരത്തെ നമുക്ക് പായസം ഉണ്ടാക്കണമെങ്കിൽ എടുക്കാം. അതെല്ലാം ഹലുവ വെക്കുകയാണെന്ന് വെച്ചാലോ നല്ല അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതേപോലെ തന്നെ മറ്റേ പൊട്ടുകടല, നാളികേരക്കൊത്ത്, ഇതൊക്കെ അതിനകത്തിട്ടിട്ട് പാത്രത്തിലാക്കിയിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ടൈറ്റ് ചെയ്ത് എണ്ണ തടവിയിട്ട്. അപ്പോൾ ഒന്നും കൂടി നല്ലോണം മുറുക്കണം കേട്ടോ. ഹലുവ വയ്ക്കുന്നുണ്ടെങ്കിൽ നല്ലോണം മുറുകണം. അങ്ങനെ ബ്ലാക്ക് കളറായിട്ട് ഇങ്ങനെ വരും. അതിൽ നിന്ന് നെയ്യിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി റെഡിയാക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് നന്നായിട്ട് ശരിയാക്കിയതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം വറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തോന്നി കഴിഞ്ഞാൽ അപ്പോൾ ഇറക്കി വെച്ച് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പാത്രത്തിനകത്താക്കി ടൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് മുകളിലൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടൈറ്റാവും. ടൈറ്റായി കഴിഞ്ഞാൽ അപ്പോൾ എടുത്ത് നമുക്ക് കുട്ടികൾക്ക് മുറിച്ച് കഴിക്കാൻ കൊടുക്കാം. ചക്ക കൊണ്ടൊരു ഹലുവ തയ്യാറാക്കിയതാണ്. പായസം ഉണ്ടാക്കണമെങ്കിൽ പായസം ഉണ്ടാക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നമ്മളുണ്ടാക്കുന്നപ്പോൾ ഹലുവ ആയിട്ടാണ്. ഹലുവ ഉണ്ടാക്കിയിട്ട് വയ്ക്കുകയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, കണ്ടു നോക്കുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ശരി.